ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ 4 കെട്ടാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ ചിക്കൻ എല്ലില്ലാത്ത പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓയിൽ ജസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓയിൽ ഒരു 1/2 കിലോ ഓയിൽ എടുത്തിട്ടുണ്ട്. സവോള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സവോള ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്ത് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്. പച്ചമുളക് ഒരു 4 എണ്ണം അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ചില്ലി ഫ്ലേക്സും മല്ലിയിലയാണ് കുറച്ച് വിധം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ വേണം, നോർമൽ ചില്ലി പൗഡർ വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, നോർമൽ മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് നേരം അതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റായി. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഓവർ ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കത് അരിപ്പയിലോട്ട് കോരി മാറ്റാം. അടുത്ത നമുക്ക് ഈ ഒണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒണിയൻ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിട്ട് ഈ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒണിയൻ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കൊരു 2.5 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത്രയല്ല, ഒരു ചെറിയ ഫ്രൈ ആക്കിയ ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. അത് നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ,
1 ടീസ്പൂൺ സാദാ മുളക് പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ശകലം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു സ്പൈസി ഡിഷാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ, 1-ാം പാല്. ഗ്രേവി നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും റെഡ് ചില്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാം. അടുത്ത നമ്മൾ ചിക്കൻ ഇലയിലോട്ട് മാറ്റുകയാണ്. ഇല നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി. അപ്പോൾ ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ ഈ ഇല നല്ലപോലെ ഒരു കിഴി കെട്ടിയെടുക്കും. വാഴനാര് കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് 2-3 തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളെ കിഴി ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് സ്റ്റീം കയറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ 4 കെട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ 4 കെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈനിങ് ഓഫ് സുജിത് ഫ്രം ഗുഡ്വിൽ പാചകം.